അങ്ങനെ നമ്മൾ രാത്രി വീണ്ടും എത്തി കേട്ടോ. നേരെ അമ്പലത്തിലേക്ക് കയറി നല്ല രീതിക്കൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ അമ്പലത്തിൽ മുഴുവൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ. അങ്ങനെ അവിടുന്ന് ഇതാ നേരെ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കും ആദ്യത്തെ തെറ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെറ എന്ന് പറയുന്നത് പരദേവതയാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നീതും പിങ്കേച്ചിയും മിന്നൂസും മീനേച്ചിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ. അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള തറയിൽ നിന്ന് കുറച്ച് നേരം ഈ ഒരു തറ കളിച്ചതിന് ശേഷം നേരെ പാറയുമെന്ന് താഴോട്ട് ഇറങ്ങും കേട്ടോ. അവിടെ നിന്നാണ് പിന്നീടുള്ളത്. അല്പസമയം ഈ രീതിയിൽ കളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുടി വെക്കും കേട്ടോ. ഇതിലിതാ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന അതിനാട്ടോ മുടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും നീതും കൂടി പോയിട്ട് ഒരു ഐസരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും താലപ്പൊലി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താലപ്പൊലി കഴിയാൻ കുറേ സമയം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴും ഈ താലപ്പൊലി ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യത്തെ ചെണ്ടമേളം നല്ല അടിപൊളിയായിരുന്നു. നാട്ടുകാരും ചെണ്ടക്കാരും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. താലപ്പൊലിയൊക്കെ കയറി. അതിനുശേഷം നല്ല അടിപൊളി വെടിക്കെട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തത് വളരെ കുറവായിട്ടാട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രണ്ട് ടീമിൻ്റെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതും കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കും ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് ഒരു ബ്രെഡ് ഓംലേറ്റും ഗ്രീൻ പീസും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാൻ ടാറ്റാ.